സൂമിലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും എന്റെ പ്രത്യേകമാവുന്ന കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ചു വന്നത് നമ്മൾ പഠിച്ചു വന്നത് 25-ാമത്തെ അധ്യായത്തിലാണ്. 4 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇന്ന് 5-ാമത്തെ അധ്യായമാകുന്ന 29-ലേക്ക് ഈ 29-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 12-ാമത്തെ അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെ എഴുതി ചേർന്നിരിക്കുന്ന 4 വ്യക്തിത്വങ്ങളിൽ 3 വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അബ്രഹാമിനെ കുറിച്ച് പഠിച്ചപ്പോൾ അബ്രഹാമിനോട് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ദൈവത്തിന്റെ വലിയ വിശ്വസത്തെ. രണ്ടാമതായി നമ്മൾ പഠിച്ചത് ഇസാക്കിനെ കുറിച്ചാണ്. ഇസാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കിയത് ദൈവത്തിന്റെ സമാധാനം ഏതൊരു വ്യക്തിയിലേക്കും ദൈവം പകരുന്നതാണ്. ഗോഡ് ഓഫ് പീസ് എന്നുള്ളതാകുന്ന കാര്യം മൂന്നാമതായി നമ്മൾ കാണുന്നത് ഗോഡ് ഈസ് ഗ്രേഷ്യസ്. അതാണ് യാക്കോബ്. യാക്കോബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു തരത്തിലും ദൈവത്തിൻ്റെതാവുന്ന കൃപ ലഭിക്കുവാൻ സാധ്യത ഒട്ടുമില്ലാത്താവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു യാക്കോബ്. തന്റെ പേര് പോലെ തന്നെ പേരിന്റെ അർത്ഥം പോലെ തന്നെ ഉപായം തന്റെ ജീവിതത്തിൽ വളരെയധികം ഉണ്ടായിരുന്നുണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. താൻ ഉപായിയായിരുന്നു. സ്വന്തം പിതാവിനെയും താൻ പഠിക്കും. അതുപോലെ തന്നെ തന്റെ സഹോദരനെയും താൻ ചതിക്കും എന്നുള്ളത് നമുക്ക് യാക്കോബിനെ കുറിച്ച് ഏതൊരു വ്യക്തിയുടെ മേലും ദൈവത്തിൻ്റെതാവുന്ന കൃപ, അളവറ്റതാവുന്ന ദൈവത്തിന്റെ കൃപ ദൈവത്തിന് ചൊല്ലുവാനായി കഴിയും. അതെത്രമാത്രം വലിയതാകുന്ന പാപിയാണെങ്കിലും കടുംചുവപ്പ് പാപം ചെയ്യുന്നതാകുന്ന വ്യക്തിത്വമാണെങ്കിലും ഏതൊരു വ്യക്തിയുടെ മേലും ദൈവത്തിൻ്റെതാവുന്ന അളവറ്റ കൃപ പങ്കിടുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് യാക്കോബിലൂടെ വെളിപ്പെടുത്തേണ്ടതാണ്. യാക്കോബ് തന്റെ ജീവിതത്തിൽ തോന്നുമ്പോൾ ബേഥേലിൽ വന്നതാകുന്ന നിമിഷം അവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി. അതുവരെയും താൻ വ്യക്തമായി ദൈവത്തെ മനസ്സിലാക്കുവാനായി കഴിഞ്ഞിട്ടില്ലായെങ്കിലും ഒരു നേരിട്ട് ദൈവമായിട്ടുള്ള ഒരു ബന്ധം ബേഥേലിൽ വെച്ച് തനിക്കുണ്ടാകുന്നു. ദൈവത്തിന്റെ ശബ്ദം താൻ തിരിച്ചറിഞ്ഞു. ദൈവത്തിന്റെ സാന്നിധ്യം താൻ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയായി വരുന്നു. അങ്ങനെ പുതിയൊരു തീരുമാനം, പുതിയൊരു ദർശനം, പുതിയൊരു കാഴ്ചപ്പാട്, ഒരു പുതിയ ധൈര്യം. ബേഥേലിൽ എത്തുന്നത് വരെയും തന്നെ ഒരു ഭയം കഴിക്കുവാൻ ഇടയായി തീർന്നു. ജ്യേഷ്ഠനെ കുറിച്ചുള്ളതാണ്. താൻ ഓടി വരുന്നതിന്റെ കാരണം, ആരാണിലേക്ക് പോകുന്നതിന്റെ കാരണം ജ്യേഷ്ഠൻ തന്നെ കൊല്ലുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ജ്യേഷ്ഠനെ കുറിച്ചുള്ളതാകുന്ന ഒരു ഭയം തന്നെ വരുവാൻ ഇടയായി. എന്നാൽ ബേഥേലിൽ നിന്നും ആരാമിലേക്കുള്ള യാത്ര ഒരു പുതിയൊരു വഴിത്തിരിമ്പും
തന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കിത്തീർക്കാൻ ഇടയായിത്തീരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കും. കാരണം അതുവരെയും ദൈവത്തെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ ആവുന്ന വലിയതാക്കുന്ന സാന്നിധ്യം താൻ അനുഭവിച്ചറിയുവാൻ ഇടയായിട്ടുണ്ട്. താൻ തുടങ്ങിയതിനു ശേഷം തനിക്കുണ്ടായതാവുന്ന സ്വപ്നം സ്വർഗത്തോളം നിൽക്കുന്നതാവുന്ന കോന്നി, ആ കോന്നിയിൽ കൂടെ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. അതിന്റെ മേൽഭാഗത്ത് യഹോവയാകുന്ന ദൈവം നിൽക്കുന്നു എന്നുള്ളതാവുന്ന കാര്യം താൻ കണ്ടു കഴിഞ്ഞപ്പോ യഹോവ ഈ സ്ഥലത്തുണ്ട് നിശ്ചയം, അത് സത്യമായും അത് സത്യമാണെന്ന് താൻ പറയുന്നതായി മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കുന്നതാണ് താൻ ഉറങ്ങുവാനായി തലയുടെ ചുവട്ടിൽ വെച്ചതാവുന്ന കല്ലെടുത്ത് അതിരാവിലെ വളരെ തീരുമാനത്തോടുകൂടി ആ കല്ല് കുഴിച്ചെടുക്കുകയും അതൊരു ഓർമ്മസ്തംഭമാക്കി അതിന്റെ എണ്ണ ഒഴിക്കുകയും ചെയ്തത് അതിനുശേഷം നമ്മൾ 29-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു. അവിടെ ആദ്യം ഇങ്ങനെ വായിക്കുന്നു, പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കത്തെ ദേശത്ത് എത്തി. Then Jacob went on his journey and came into the land of the people of Egypt. നമ്മൾ അവിടെ വായിക്കുന്നു, അവിടെ നമ്മൾ കാണുന്നത് താൻ കിഴക്കോട്ട് യാത്ര ചെയ്തു എന്നുള്ളത്. 25-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കിഴക്കോട്ട് ഉള്ളതാകുന്ന യാത്ര അവർ പിന്മാറ്റത്തെ കാണിച്ചു. അബ്രഹാമിൻ്റെതാകുന്ന വെപ്പാട്ടികളുടെ മക്കളെ കിഴക്കേ ദേശത്തേക്കാണ് പറഞ്ഞത്. ഈ കിഴക്കേ ദേശം എന്ന് പറയുന്നത് സിറിയ, സൗദി അറേബ്യ തുടങ്ങിയതാകുന്ന ഇറാൻ തുടങ്ങിയതാകുന്ന സ്ഥലങ്ങളാണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ കിഴക്ക് ദേശം ദൈവമില്ലാത്തതാകുന്ന പ്രദേശമാണ്, ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തതാകുന്ന പ്രദേശമാണ്. അവിടേക്കാണ് ഇപ്പോൾ യാക്കോബ് യാത്ര ചെയ്തു. കിഴക്ക് ദേശത്ത് യാക്കോബ് എന്തുവാൻ ഇടയായിട്ട് കിഴക്കേ ദേശം നമ്മൾ തിരുവനന്തപുരം പരിശോധിക്കുമ്പോൾ ഈ കിഴക്കേ ദേശം ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ദേശത്ത് വിഭജിച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും വന്ന് അവരുടെ വിള നശിപ്പിക്കുകയും അവരുടെ വിള ഇല്ലാതാക്കുകയും അങ്ങനെ ഇസ്രായേൽ ജനത്തെ ജനിക്കുകയും ചെയ്യുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. യാക്കോബുടെ പുറപ്പെടുന്നതിന്റെ കാര്യം നമുക്കറിയാം, ഒരു വിവാഹത്തിന് വേണ്ടിയാണ്. തന്നെ പിതാവ് പറഞ്ഞു, തന്റെ മാതാവ് പറഞ്ഞിരിക്കുന്നത് താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ അത് ഒരു പേര്, താങ്കൾ ഒരു വിവാഹം എന്നുള്ളതാണ് പേരിന്റെ ചിത്രവും പിതാവിന്റെ മുമ്പിൽ മാതാവ് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കന്യാന്യ സ്ത്രീകളിൽ നിന്നും ഒരു ഭാര്യയെ എടുക്കരുത് എന്നുള്ളതാവുന്ന പ്രമാണമാണ് അപ്പനും അമ്മയും അവരെ ഉപദേശിച്ചു. കനാൻ എന്ന് നമ്മൾ പറയുമ്പോൾ കനാനെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 9-10 അധ്യായങ്ങളാണ്. നോഹയുടെ പുത്രന്മാരാകുന്ന ഷേം, ഹാം, യാഫേത്ത്, ഈ 3 പുത്രന്മാരിൽ നിന്നും ഹാമിന്റെ പുത്രനാണ് കനാൻ എന്ന്
1909 25-ാമത്തെ വാരത്തിൽ നമുക്ക് പ്രയാസം. കനാൽ ശപിക്കപ്പെട്ടവനെന്നാണ് അവർ ബുദ്ധി. ജലപ്രളയത്തിനു ശേഷം നോഹയും കുടുംബവും പർവ്വതത്തിൽ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ദേശത്ത് കൃഷിയിലേക്ക് മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ലഭിച്ചതാവുന്ന ഫലം ആ മുന്തിരി വെച്ച് ആ മുന്തിരി വീഞ്ഞിൽ നിന്നും നോഹയ്ക്ക് ലഹരി പിടിക്കാൻ ഇടയായി. ലഹരി പിടിച്ചപ്പോൾ തൻ്റെതാവുന്ന വസ്ത്രം തന്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകാൻ ഇടയായിട്ട് ഈ സമയത്ത് നഗ്നനായി കിടന്നതാകുന്ന നോഹ ആ വഴിയിൽ കൂടെ അത് കണ്ടുകൊണ്ടുപോയ വ്യക്തിയാണ് താൻ എന്ന് സഹോദരന്മാരോടൊക്കെ പറയുവാൻ കഴിയും. എന്നാൽ ബാക്കിയുള്ള 2 മക്കൾ ശേമും യാഫത്തും അവർ കണ്ണു മറച്ചുകൊണ്ട് ഒരു വസ്ത്രം എടുത്തുകൊണ്ട് പുറകോട്ട് നടന്നു വന്ന് പിതാവിന്റെ നഗ്നത മറച്ച് പിതാവിനെ രക്ഷിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായി സംഭവം. ഈ വിഷയം പറഞ്ഞതാവുന്ന നോഹ പറഞ്ഞു, കനാൻ ശപിക്കും. സത്യത്തിൽ ഈ വസ്തുത ചെയ്തത് ഹാമാണ്. ഹാമിന്റെ മകനാണ് കനാൻ. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് കനാനെ ശപിച്ചു? ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം, ഹാമിന്റെ പാപം, ഹാം ചെയ്തതാകുന്ന പാപം അതിന്റെ ഓഹരി കൂടുതലായി കനാനായിരിക്കും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നോഹാവിനെ കനാനെ ശപിക്കുന്നത് മാത്രമല്ല, ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ കനാന്റെ രാജാക്കന്മാരെ വിഗ്രഹിക്കുന്നതോ നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ ആരെയും വെക്കാതെ തന്നെ അവരെയൊക്കെയും അവിടെ നിന്ന് മാറ്റിയാണ് കനാൻ ദേശം ഇസ്രായേൽ ജനം സ്വകാര്യമാക്കിയത്. കനാനിൽ നിന്നും ഒരു ഭാര്യയെ യാക്കോബ് എടുക്കരുത് എന്ന് പറയുമ്പോൾ കനാന്യർ എപ്പോഴും വിഗ്രഹ ആരാധകരാണ്. മാത്രമല്ല, പിതാവിനെയും മാതാവിനെയും അനുസരിക്കാത്ത പ്രിയശാണ്. 2 ഭാര്യമാരെടുത്തത് കനാനിൽ നിന്നാണ്, സ്ത്രീകളിലേക്കാണ്. അതിൻ്റെതാവുന്ന വിഷമതകൾ ആ ഭവനം ഭരിക്കുവാനും ശരിയായി. അങ്ങനെ പ്രയാണം ചെയ്ത കിഴക്കേ പ്രദേശത്തെത്തി. അബ്രഹാം ഒരിക്കലും ഇസാക്കിനെ ഒരു വിവാഹത്തിന് വേണ്ടി അങ്ങോട്ട് പറഞ്ഞയച്ചില്ല എന്നുള്ളത് 24-ാമത്തെ അധ്യായം മനസ്സിലാക്കണേ. അതിന് പകരം ഒരു ദൂതനെ ഏലിയാസിനെ ചുമതലപ്പെടുത്തി ഒരിക്കലും ഇസാക്കിനെ അങ്ങോട്ട് പറഞ്ഞയക്കാതെ ഇസാക്കിന് വേണ്ടി ഒരു ഭാര്യയുമായി ഏലിയാസ് അങ്ങനെ ഇവിടെ പിതാവാകുന്ന ഇസാക്ക് തന്റെ മകന്റെ ഭാര്യയ്ക്ക് അങ്ങോട്ട് പറഞ്ഞയക്കുന്നതിനോ നമ്മളവിടെ കാണും. വളരെ ധൃതി പിടിച്ച് എരിക്കു പിടിച്ച് മാതാവും പിതാവും യാക്കോബിനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്ന വളരെ വേഗത്തിൽ ധൃതി പിടിച്ച് ഓടിപ്പോകുന്നെങ്കിൽ വളരെ ഭയം തന്നെ വലിക്കുന്നുണ്ടെങ്കിൽ തന്നെ ബഥേലിൽ വെച്ച് ദൈവം മാറാതെ വണ്ണം അവനെ തേടി അന്വേഷിച്ച് അവൻ കിടക്കുന്ന കാട്ടിലേക്ക്, ആ നിർജ്ജന പ്രദേശത്തിലേക്ക് താൻ കടന്നു വരുന്നതെന്നോ നമ്മളെവിടെ പോയാലും എവിടെയായിരുന്നാലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്നുള്ളത് ഈ ജീവിതത്തെ നമുക്ക് ചിന്തിക്കുക ശരിയാണ്.
യാക്കോബിന് ബേഥേലിൽ വെച്ച് 3 കാര്യങ്ങൾ സംഭവിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, തനിക്കൊരു ദർശനം ഉണ്ടാക്കുവാൻ ഇടയായി. 2, അത് നിമിത്തം ഒരു തീരുമാനം എടുക്കുവാൻ ഇടയായി. 3, വലിയൊരു ധൈര്യം തനിക്ക് സംഭരിക്കുവാൻ ഇടയായി. ഈ ധൈര്യവുമായിട്ടാണ് ഹാരാനിലേക്ക് യാത്ര ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരുമ്പോൾ, കിഴക്കത്തെ ദേശത്ത് എത്തിയതാകുന്ന യാക്കോബ്, രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ വെളിം പ്രദേശത്ത് ഒരു കിണർ കണ്ടു, അതിനരികെ 3 ആട്ടിൻ കൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻ കൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നു. എന്നാൽ കിണറ്റിന്റെ വായ്ക്കുള്ള കല്ല് വലുതാണ്. താൻ യാത്ര ചെയ്ത് ഹാരാനിൽ ഒട്ടും പരിചയമില്ലാത്ത സ്ഥലം. അവിടെ തനിക്ക് ആരും പരിചയമുള്ളവരില്ല. തനിക്ക് വഴി കാണിക്കാൻ ഒരു ദൂതൻ തന്റെ കൂടെയില്ല, ഒരു സഹായം തന്റെ കൂടെയില്ല. പക്ഷെ കൃത്യമായും താൻ ഹാരാനിൽ ഒരു കിണർ കണ്ടെത്തുകയും, നമ്മൾ തിരുവചനം പഠിക്കുമ്പോഴൊക്കെയും ഈ കിണർ എപ്പോഴും ജനങ്ങൾ കൂടി വരുവാൻ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കിണറിനെ ചുറ്റിപ്പറ്റിയാണ് അവിടുത്തെ ആട്ടിടയന്മാരും ആടുകളുമെല്ലാം കഴിയുന്നു. മാത്രമല്ല, ഈ കിണറിൽ നിന്നായിരിക്കും ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ വെള്ളം കൊടുക്കണം. 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, ഒരു കിണറ്റിൻ കരയിൽ വെച്ചാണ് ഏലിയാസ് ഉപയോഗിക്കുകയെ കണ്ടത്. അതുപോലെ ഹാഗാറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവദൂതൻ നിൽക്കുന്ന ആ സ്ഥാനത്ത് ലഹോയിൽ പോയി എന്നതാകുന്ന സ്ഥലം, അതൊരു കിണറാണ് കാണുന്നത്. നമ്മുടെ കർത്താവ് ശബരിയിലേക്ക് പോയപ്പോ ശബരിയ സ്ത്രീയെ കണ്ടെത്തിയതു ഒരു കിണറ്റിക്കരയിൽ വെച്ചാണ്. കിണറിലെ വെള്ളം ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. വെള്ളത്തിന്റെ സ്രോതസ് എപ്പോഴും ഒരു കിണറാണ്. വെള്ളമില്ലാതെ മനുഷ്യജീവൻ നിലനിർത്തുവാൻ ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ ഒരു വീടോ ഒരു ഗ്രാമമോ ഒരു വ്യക്തിയോ എപ്പോഴും ആശ്രയിച്ച് കഴിയുന്നത് ഒരു കിണറിൻ്റെതാകുന്ന പരിസരത്ത്. അവിടെ യാക്കോബ് എത്തുമ്പോൾ അവിടെ 3 കൂട്ടം ആട്ടിൻ കൂട്ടങ്ങൾ കാണുന്നു. ഈ ആട്ടിൻ കൂട്ടങ്ങൾ വെള്ളം കുടിക്കുവാൻ വേണ്ടി അടുത്ത് വന്നിരിക്കുന്നു. അവിടെ കണ്ടത് ആ ഇടയന്മാരോട് യാക്കോബ് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എവിടെത്തില്ല? അവർ പറഞ്ഞ ധാരാണ്. തുടർന്നാണ് രാഹുലിനെ കുറിച്ചും യാവാനെ കുറിച്ചും ഒക്കെ കാണിച്ചു. അങ്ങനെ അവർ പറയുന്നതാകുന്ന കാര്യം നമുക്ക് താഴ്ന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരാണ് യാവാന്റെ പുത്രിയാകുന്ന റേച്ചലിലേക്ക് വിരൽ ചൂണ്ടി കാണിക്കുന്നത്. ഇവിടെ കിണറിന്റെ ഈ കിണറിൻ്റെതാവുന്ന പ്രത്യേകത, കിണർ വെളും പ്രദേശത്തുള്ളതാവുന്ന കിണറാണ്. അതിന്റെ വായിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ കല്ല് വായിക്കിയതിനു ശേഷമാണ് ആളുകൾ തുടങ്ങുന്നത്. അത് വളരെ വലുതായ കല്ലാണെന്ന് നമുക്ക് വായിക്കേണ്ട. കേവലം
അത്യാവശ്യം ആരോഗ്യമില്ലാത്തവർക്ക് ഈ കല്ല് മാറ്റുവാൻ പ്രയാസങ്ങൾ. 3 ആട്ടിൻകൂട്ടങ്ങൾ അവർ കാത്തു കഴിയുന്നുണ്ട്. ഈ ആട്ടിൻകൂട്ടങ്ങൾ ഒരുപക്ഷെ 3 ഇടയന്മാരായിരിക്കും. ഇവരെ ഒരുപക്ഷെ മാറ്റുവാൻ സാധിക്കാവുന്നതായിരിക്കാം. അവർ മാറ്റുന്നവർക്ക് വരട്ടെ എന്ന് വെച്ച് അവർ കാത്തു കഴിയും. യാക്കോബ് നോക്കുമ്പോൾ റാഹേൽ വന്ന ഈ കല്ല് റാഹേലിന് വേണ്ടി, ലാബാന്റെ ആളുകൾക്ക് വേണ്ടി യാക്കോബ് മാറ്റിക്കൊണ്ടുവരണം. തന്റെ ആരോഗ്യബലം, തന്റെ ധൈര്യം, തന്റെ ശക്തി അവിടെ വെളിപ്പെടുത്തി. ഈ വലിയ നമ്മുടെ ബന്ധത്തിന്റെ ഒരു ആത്മീയചിന്തയിൽ പറയാനായിട്ട് എപ്പോഴും ആത്മീയ ദാഹമുള്ളവരായി അല്പം ജീവിതത്തിന് വേണ്ടി കാത്തു കിടക്കുന്ന അനേക ജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ വീടുകൾക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ സഭാകൾക്ക് ചുറ്റുമുണ്ട്. ഇവർക്കൊക്കെയും തടസ്സങ്ങളാകുന്ന കിണറിന്റെ വായ്പുള്ളതാകുന്ന കല്ലുകൾ തിക്കി ദൈവസന്നിധി ശക്തന്മാരാകുമ്പോൾ നമുക്ക് അതിനെ ഉരുട്ടി മാറ്റി യഥേഷ്ടം ജീവിതം പലർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്നുള്ളത് ഈ സാധ്യത അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ലാബാന്റെ വീട്ടിലെത്തുന്ന യാക്കോബിനെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണുന്നത്. അതിന്റെ 18-ാമത്തെ വാക്യം. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സ്നേഹിക്കാം എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരു വസ്തുത ഇതാണ്. കിഴക്കിൻകരയിൽ വെച്ച് ആദ്യമായി വീട്ടിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം തനിക്ക് പറയാവുന്നതാകുന്ന ഒരു ബന്ധു, ഒരു സ്വന്തക്കാരി എന്ന് പറയുമ്പോൾ ആദ്യമായി കണ്ടെത്തിയത് റാഹേലിനെയാണ്. നമ്മുടെ മുൻപുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, തന്റെ ഹൃദയം വളരെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ആ സന്തോഷം കണ്ണുനീരായി പുറത്തു വന്നു. താൻ കുട്ടിക്കരഞ്ഞു, റാഹേലിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. താൻ പറഞ്ഞു, ഞാൻ നിന്റെ അപ്പന്റെ സഹോദരൻ, നിന്റെ അപ്പന്റെയും സഹോദരിയുടെ പുത്രനും. സന്തോഷത്താൽ നിറഞ്ഞ ഹൃദയം നിറഞ്ഞവനായി യാക്കോബ് ആ കിഴക്കിൻകരയിൽ വെച്ച് റാഹേൽ കൊണ്ടുവരുന്നത്. മാത്രമല്ല, ഈ സന്തോഷം നിറഞ്ഞവളായി എത്രയോ വർഷങ്ങൾക്ക് ശേഷം 700 കിലോമീറ്ററുകൾക്ക് അപ്പുറമായി പറഞ്ഞു വിട്ടത് ഒരു സഹോദരിയുടെ പുത്രനെ കാണുവാൻ ലാബാൻ അതിവേഗത്തിൽ ഈ കിണറ്റിൻകരയിലേക്ക് കൂടി വരുന്നു. മുൻപ് ഇതുപോലെ 24-ാമത്തെ അധ്യായത്തിൽ ലാബാൻ ഏലിയാസിനെ കാണുവാൻ ഈ കിണറിന്റെ കരയിലേക്ക് ഓടി വരുന്നത് അപ്പോൾ രണ്ടാമതായി സഹോദരന്റെ പുത്രനെ കാണുന്നതായി വളരെ ജിജ്ഞാസയോടുകൂടെ, വളരെ താല്പര്യത്തോടുകൂടെ, വളരെ സന്തോഷത്തോടുകൂടെ കരയിലേക്ക് ഓടി വരുന്നത്.
അങ്ങനെ തന്നെ വളരെ സന്തോഷത്തോടുകൂടെ തന്റെ വീട്ടിലേക്ക് താൻ ആനയിച്ചു. വളരെ ഹോസ്പിറ്റാലിറ്റി ഉള്ളതാകുന്ന ഒരു അങ്കിൾ യാക്കോബ് അവരെ കണ്ടെത്തിയില്ല. താൻ വീട്ടിൽ വന്നതിന് ശേഷം തനിക്ക് സ്വന്തമായ ഭവനം എന്നുള്ള രീതിയിലേക്ക് ആ ഭവനം മാറി നിൽക്കുന്നു. ലാബാൻ ഒരു മകനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. ഒരു മാസക്കാലം തങ്ങളോട് കൂടി താമസിച്ചു. ലാബാൻ പറഞ്ഞു, നീ എന്നെ വെറുതെ ശ്രമിക്കും, ഞാൻ നിനക്ക് പ്രതിഫലം തരാം, നിനക്ക് എന്ത് കൊടുക്കും. യാക്കോബ് പറഞ്ഞു, അതാണ് നമ്മൾ 18 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സ്നേഹിച്ചു. യാക്കോബ് പുറപ്പെട്ടു വന്നത് ഒരു വിവാഹത്തിന് വേണ്ടിയാണ്. അപ്പനും അമ്മയും പറഞ്ഞയച്ചത് ഒരു വിവാഹത്തിന് വേണ്ടിയാണ്. ഇവിടെ അതേ കാര്യം ഇവിടെ ലാബാനോട് ഞാൻ പറയുന്നത് അതിന്റെ 13-ാമത്തെ അധ്യായ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അതൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ലാബാനോട് വിവരമൊക്കെയും ഇതുവരെ ഉണ്ടായതാവുന്ന സകല സംഭവം, തന്റെ വീട്ടിലുണ്ടായതാവുന്ന സംഭവങ്ങളെല്ലാം, തന്റെ അമ്മയ്ക്കും അപ്പനും ഉണ്ടായതാവുന്ന 2 പുത്രന്മാരാവുന്ന അതിഗുരുവിനാവുന്ന ദേശാവിന്റെ കാര്യങ്ങളെല്ലാം, തനിക്ക് സംഭവിച്ചതാവുന്ന കാര്യങ്ങളും താൻ ചെയ്തതാവുന്ന കാര്യങ്ങളും, അടിയന്തരമായി താൻ ഓടി വന്നതാവുന്ന കാര്യങ്ങളും എല്ലാം തന്നെ, മാത്രമല്ല താൻ വരുന്ന വഴിയിൽ വെച്ച് ബേഥേലിൽ വെച്ച് തനിക്കുണ്ടായതാകുന്ന തന്റെ സ്വപ്നവും ദർശനവും വിവരമൊക്കെയും ഒന്നും മറച്ചിട്ടുണ്ട്. എല്ലാം കൃത്യമായി എന്നോട് വെളിപ്പെടുത്തുന്ന യാക്കോബ്. അതിനുശേഷമാണ് ലാബാൻ പറയുന്നത്, നിനക്ക് എന്തു വേണം, ആ പ്രതിഫലം ഇത്ര രൂപ ശമ്പളം വേണമെന്ന് താൻ ആവശ്യപ്പെട്ടില്ല. കന്നുകാലി സമ്പത്ത് വേണമെന്ന് താൻ പറഞ്ഞില്ല. വസ്തുവക വേണമെന്നൊന്നും താൻ പറഞ്ഞില്ല. താൻ പറഞ്ഞ ഒരൊറ്റ കാര്യം, താൻ അങ്ങോട്ടേക്കാണ് ഇമാജിൻ ചെയ്യുന്നത്, നിന്റെ ഇളയ മകൻ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കും. 7 സംവത്സരം നമ്മൾ ഓർക്കേണ്ടതാകുന്ന ഒരു കാര്യമുണ്ട്. കരുതാവുന്ന ജീവിത ചെലവിന് വേണ്ടി ഒരുപക്ഷെ ആടിന്റെ പാല് തനിക്ക് ഉപയോഗിക്കാം, ഒരുപക്ഷെ അതിൻ്റെ ആവുന്ന മാംസം തനിക്ക് ഭക്ഷിക്കാമായിരിക്കും. പക്ഷേ ഒരു ചില്ലിക്കാശ് പോലും തന്റെ പോക്കറ്റിലിടുവാൻ തനിക്ക് 7 വർഷവും കിട്ടിയിട്ടുണ്ട്. വെച്ചതാകുന്ന 7 വർഷക്കാലം ഞാൻ നിന്നെ സേവിക്കാം, അതിന് പകരമായി നിന്റെ മകൾ റാഹേലിനെ എനിക്ക് വിവാഹം ചെയ്തു. ഇത് വളരെ കൃത്യമായും താൻ വെച്ചതാകുന്ന വിവാഹ പ്രകാരം തന്നെ അങ്ങനെ ചെയ്യാമോ? പക്ഷെ ലാബാനിതാകുന്ന ഹൃദയത്തിൽ മറച്ചു വെച്ചതാകുന്ന കാര്യം ആർക്കും വെളിപ്പെട്ടില്ല. ഇത് റാഹേലിനും വെളിപ്പെട്ടില്ല, യാക്കോബിനും വെളിപ്പെട്ടില്ല, വീട്ടുകാരുടെ ആർക്കും അത് വെളിപ്പെട്ടില്ല എന്നുള്ളത്. ലാബാൻ വളരെ കൃത്യമായും വ്യക്തമായും താൻ പറഞ്ഞു, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിന് നല്ലത് ഞാൻ നിനക്ക് തരുന്നതാണ്. പാവം യാക്കോബ് വളരെയധികം വിശ്വസിക്കുന്നു. ഒരു മാതാവിനെ ഒരു ഇസ്ഹാക്കിനെ പോലെ
ലാബാനെത്താൻ വിശ്വസിക്കുവാൻ ഇടയായിരുന്നു. എന്നാൽ അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കണ്ടുപിടിക്കും. ലാബാൻ തന്നെ ചതിക്കുന്നതാവുന്ന കാര്യമാണ് അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു. എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയയെ കുട്ടി അവന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി അവൻ അവളുടെ അടുക്കൽ ചെന്നു. ലാബാൻ തന്റെ മകൾ ലേയയ്ക്ക് തന്റെ ദാസി ശില്പിയെ ദാസിയായിരുന്നു. നേരം എടുത്തപ്പോ ഇത് ലേയായിരുന്നുകൊണ്ട് അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തു തരുന്നത് റാഹേലിന് വേണ്ടി എന്നെ സേവിച്ചത്, നീ എന്തിനെ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. വിവാഹ ഉടമ്പടി പ്രകാരം 7 വർഷത്തിലാവുന്ന സേവനം യാക്കോബ് ചെയ്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ, വളരെ ശ്രേഷ്ഠമായി തന്നെ, ഒട്ടും മുടക്കം വരാതെ, വളരെ വിശ്വസ്തയോടുകൂടെ, വളരെ വിശുദ്ധിയോടുകൂടെ തന്നെ ഏൽപ്പിച്ചതാകുന്ന ദൗത്യം താൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായി താൻ ചെന്ന് ലാബാനോട് പറയുന്നതാകുന്ന കാര്യം നമ്മൾ അവിടെ വായിക്കും. അപ്പോൾ ലാബാൻ 22-ാമത്തെ വാക്യം, ആ സ്ഥലത്തെ ജനങ്ങളെ എല്ലാം ഒന്നിച്ചുകൂട്ടി ഒരു വിരുന്ന് കഴിച്ചു. ഒരു വലിയ വിരുന്ന്, ഒരു കല്യാണ വിരുന്ന് അവിടെ കഴിക്കുന്നത് നമുക്ക് കാണേണ്ടത്, ശ്രദ്ധിക്കേണ്ട ആവശ്യം. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ യഹൂദന്മാരുടെ വിവാഹത്തിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. യഹൂദന്മാരുടെ വിവാഹം 7 ദിവസം നീണ്ടു നിൽക്കുന്നതാകുന്ന ഒരു ഫീസ്റ്റാണ് എന്നുള്ളത് നമുക്ക് കാണുന്നത്. ഈ ഉത്സവ ദിവസം രാത്രിയിൽ തന്റെ മകൻ ലേയയെ യാക്കോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന ഒരു രംഗമാണ്. രാത്രിയായതുകൊണ്ട് റാഹേലാണോ ലേയയാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ അത് റാഹേലിനുള്ള വിശ്വാസത്തിൽ താൻ രാത്രി കഴിച്ചു. പക്ഷെ നോക്കിയപ്പോൾ അത് റാഹേലും അത് ലേയയാണെന്ന് കണ്ടെത്തുവാൻ ഇടയായി. എന്നാൽ ഇതെല്ലാം ചോദ്യം ചെയ്തതാകുന്ന യാക്കോബ് ലാബാന്റെ അടുക്കൽ ചെന്നപ്പോൾ ലാബാൻ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ നാട്ടിൽ ഒരു മലപ്പുറത്ത് അതിൽ മൂത്തവളെ ആദ്യ വിവാഹം കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത്. അതിന് ശേഷമാണ് ഇതേപോലെ വിവാഹം കഴിച്ചത്. എന്തായാലും ലാബാൻ ഒരു കാര്യം പറഞ്ഞു, നീ ഈ ആഴ്ച നിവർത്തിക്കായിരുന്നു നമുക്ക് പറയുന്നത്. ആഴ്ചവട്ടം നിവർത്തിക്കുക, ആഴ്ചവട്ടം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. വിവാഹം എന്നുള്ളത്, വിവാഹ ആഘോഷം 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഈ ആഴ്ചവട്ടമാണ് നിവർത്തിക്കുവാനായി ലാബാൻ പറഞ്ഞു. 27-ാമത്തെ ഭാഗം ഇവിടുത്തെ ആഴ്ചപ്പെടുത്തി, എന്നാൽ നീ ഇനിയും 7 സംവത്സരം എന്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാം. ഒരു ചോദ്യം ഈ ഭാഗത്തോടുള്ളത് ചോദിക്കാനായിട്ടുള്ളത്, പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, 7 സംവത്സരത്തിന് ശേഷം ലാബാൻ കൊടുത്തു. എന്നാൽ വീണ്ടും ഒരു 7 വർഷത്തിന് ശേഷമാണോ റാഹേലിനെ ലാബാൻ കൊടുക്കുന്നത് എന്നുള്ള ന്യായമായ ചിന്ത എല്ലാവരും സാധിക്കുന്നു. അങ്ങനെയല്ല,
ലേയയെ കൊടുത്തതിന് ശേഷം ആഴ്ചവട്ടത്തിലുള്ളതാണ് 7 ദിവസത്തെ കല്യാണ ആഘോഷത്തിന് ശേഷമുള്ളതാകുന്ന ദിവസം. 7 ദിവസത്തിന് ശേഷം വീണ്ടും റാഹേലിനെ കൊടുത്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ റാഹേലിന് വേണ്ടി താൻ സേവ ചെയ്യുന്നത് റാഹേലിന്റെ വിവാഹത്തിന് ശേഷം. റാഹേലിന്റെ വിവാഹത്തിന് മുമ്പ് 7 വർഷം സേവ ചെയ്തു. അത് ലേയയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ റാഹേലിന് വേണ്ടി റാഹേലിന്റെ വിവാഹത്തിന് ശേഷം വീണ്ടും അത് 7 വർഷം കൂടെ സേവ ചെയ്തതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചതിയിൽ തുടർന്നുള്ളതാകുന്ന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇത് വളരെയധികം തരത്തിൽ പ്രയാസമുണ്ടാക്കി എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഒരു വിശ്വാസബന്ധത കാട്ടിലാകുന്ന ഒരു ലാഭം ആ വിശ്വാസബന്ധത തന്റെ ഉള്ളിൽ വളരെയധികം വേദനയ്ക്ക് കാരണമായിരുന്നു. അതിന്റെ ഫലമായി അത് ലേയയിലേക്കും ആ വെറുപ്പ് വിദ്വേഷം കടന്നു ചുറ്റുവാനിടയാകും. കാരണം അപ്പൻ ചെയ്തതാകുന്ന ചതിക്ക് ലേയി ഒരു പങ്കാളിയാണ്. ലേയിക്കറിയാം യാക്കോബ് സേവ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, എന്റെ ഇളയ സഹോദരി റാഹേലിന് വേണ്ടിയാണ്. എന്നാൽ അവിടെ അതിർത്തിയെ മറച്ചു വെച്ചു. ലേയ അപ്പൻ ചെയ്യുന്നതാകും അനീതിക്ക് കൂട്ടുനിൽക്കുന്നത് നമുക്ക് അവിടെ മനസ്സിലാക്കി. അങ്ങനെ അവനോടുള്ളതാകുന്ന അനിഷ്ടം ലേയയിലേക്കും കടന്നു വരുവാനിടയായിട്ടുണ്ട്. നമ്മൾ 31-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ അവളുടെ ഗർഭത്തിൽ റാഹേൽ മെച്ചിയാണ്. അനിഷ്ടയാകുന്ന ഒരു ലേയ. തീർച്ചയായും ലേയ എന്ന് പറയുന്നതാകുന്ന ആ വ്യക്തിത്വം ഒരു അനിഷ്ടയായ യാക്കോബിനെ സംബന്ധിച്ച് അത് ന്യായമാണ്. കാരണം ലേയയല്ല താൻ സ്നേഹിച്ചത്, റാഹേലിനെയാണ് സ്നേഹിച്ചത്. ലേയയെ കുറിച്ച് നമ്മൾ അവളുടെ പേരിന്റെ അർത്ഥം പരിശോധിക്കുമ്പോ അവിടെ കാണുന്ന പേരിൽ അർത്ഥം ക്ഷീണിച്ചത്. ലേയയുടെ കണ്ണിനെ കുറിച്ച് നമ്മൾ നേരത്തെ വായിക്കുന്നുണ്ട്. അവൾ കണ്ണ് ശോഭ കുറഞ്ഞവളാണ്, ഭംഗി കുറഞ്ഞവളാണ്. റേച്ചലിനെ കുറിച്ച് അതിന്റെ പേരിന്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ അവൾ പെണ്ണാണ് എന്നാണ് റേച്ചലിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. അതിന്റെ നിർവചനം ഇന്നസെന്റ്, റാഹേൽ സ്വന്തമായി മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ളതാകുന്ന വ്യക്തിത്വം, ഒരു സംസാര കഴിവ്, ഒരു സൗന്ദര്യം എല്ലാം തന്നെ റാഹേലിനെ സംബന്ധിച്ചു. പക്ഷെ ലേയയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തിക്കും ആഗ്രഹിക്കുവാൻ ഉള്ളതാകുന്ന സൗന്ദര്യം ലേയയിലില്ല. അവൾ ക്ഷീണിച്ചവളാണ്, ആരോഗ്യം കുറഞ്ഞവളാണ്, കണ്ണിന് ഭംഗി കുറഞ്ഞവളാണ്. അങ്ങനെയുള്ളപ്പോ അതുമെല്ലാം യാക്കോബിന്റെ ഉള്ളിലുള്ളതാകുന്ന ഉദ്ദേശം കൂടിയായത് ലേയയെ വെറുപ്പോടുകൂടെ കാണുവാൻ കഴിയും. ലേയയെ വിവാഹം കഴിച്ചതിന്റെ 7-ാം ദിവസം
വീണ്ടും റാഹേലിനെ തനിക്ക് ലഭിച്ചു. ഏറ്റവും അങ്ങേ അറ്റത്തേക്ക് ലേയെ മാറ്റി നിർത്തി റാഹേലിനെ മാത്രം അധികം സ്നേഹിക്കുകയും ചെയ്തത് നമുക്കറിയാം. കുടുംബ ജീവിതങ്ങളിൽ പരാജയപ്പെട്ട അനേക വ്യക്തിത്വങ്ങൾ നമ്മൾ എടുത്തു നോക്കുന്നു. കറങ്ങി കലങ്ങി കണ്ണു കലങ്ങിയിരിക്കുന്ന അനേക സ്ത്രീകളെ സഹോദരിമാർ നമുക്ക് ഇവരുടെ കണ്ണുനീർ കാണുവാൻ ആരും ഉണ്ടാകുകയില്ല. അവൾ പറയുന്ന അവരുടെ ന്യായം ആർക്കും കേൾക്കുവാൻ സാധിക്കുകയുമില്ല. അതിനാൽ സമയം ചെലവഴിക്കുന്നുണ്ട്, ആരും ശ്രദ്ധിക്കാതെ. പക്ഷേ ഈ കണ്ണുനീർ കാണുന്നതാകുന്ന ഒരു ദൈവം എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയ ഇവിടെ താഴെയുള്ള ഭാഗങ്ങളിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരുമ്പോ അനുഷ്ഠയത്തെ യഹോവ കണ്ടപ്പോൾ അവരുടെ ഗർഭത്തെ ദൈവം തുറന്നു. അനിഷ്ടത്തെ ദൈവം കണ്ടു. താഴെയുള്ള ഭാഗങ്ങളിൽ വരുമ്പോൾ 33-ാമത്തെ വാക്യത്തിൽ അവൾ പിന്നെയും ഗർഭധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടത് കൊണ്ട് ഇവനെ നിർത്തുന്നു. അനിഷ്ട എന്ന് യഹോവ കണ്ടു, അനിഷ്ട എന്ന് യഹോവ കേട്ടു. കേൾക്കണമെങ്കിൽ തമ്മിൽ തമ്മിൽ ആരെങ്കിലും പറയണം. നമ്മൾ വായിക്കുന്നു, യഹോവക്കന്മാർ തമ്മിൽ സംസാരിച്ച് യഹോവ സന്നിധിച്ചു. ദൈവം എപ്പോഴും അനാഥർ, വിധവമാർ, പരദേശി ഇവരോടൊപ്പമായിരുന്നു എപ്പോഴും ദൈവത്തിന്റെ സ്ഥാനത്തേക്ക്. അവർക്ക് വേണ്ടി വാങ്ങിക്കുവാൻ ഒരുപക്ഷെ വക്കീലന്മാർ വന്നു വരികയില്ല. അവർക്ക് വേണ്ടി ന്യായം പറയുവാൻ അവരുടെ വീട്ടുകാർ വന്നു വരികയില്ല. പക്ഷേ നീതിയുള്ള ന്യായാധിപതിയാകുന്ന ദൈവം തന്നെ അനിഷ്ടയ്ക്ക് വേണ്ടി ഇറങ്ങി വരും എന്നുള്ളത് മനസ്സിലാക്കി. നമ്മൾ ഓർക്കേണ്ടതാകുന്ന ഒരു വസ്തുതയിലാണ്. ഒരുപക്ഷെ നമുക്ക് എല്ലാവരെയും ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് വരികയും മാനുഷികമാവുന്ന നിലയിൽ ഞാനും നിങ്ങളും എല്ലാം തന്നെയും എല്ലാവരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പകയോടെയും വിദ്വേഷത്തോടെയും കൂടെയാകരുത് ആ ഇഷ്ടം. മാത്രമല്ല, ഈ ഇഷ്ടക്കേടിനെ കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുവാൻ ഇടയായിരിക്കും. അത് യഹോവ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം, നമ്മുടെ വഴികൾ, എന്റെ വഴികൾ ദൈവം അടച്ചു വയ്ക്കും. അനിഷ്ടയുടെ വഴികളെ ദൈവം തുറന്നു കൊടുക്കുകയും ചെയ്യുവാൻ ദൈവം എല്ലാവർക്കും അനുഗ്രഹങ്ങളെ ധാരാളമായി ചൊല്ലി കൊടുക്കട്ടെ. അനേക വഴികളെ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കട്ടെ. പക്ഷേ മറ്റുള്ളവർക്കുള്ള ആ വിദ്വേഷത്തിന്റെയും അനിഷ്ടത്തിന്റെയും പകയുടെയും കാരണമായി നമ്മളെ എന്തെങ്കിലും അടച്ചു വെക്കുവാൻ ഒരിക്കലും ഇടയായിട്ടില്ല. റാഹേലിനെ സംബന്ധിച്ച്
ദൈവത്തിൽ ആശ്രയിച്ചില്ലെങ്കിലും റാഹേലിനെ സ്നേഹിക്കാൻ ഒരു ഭർത്താവ് അവൾക്കുണ്ട്. റാഹേലിനെ കരുതുവാൻ ഒരു പിതാവും കുടുംബാംഗങ്ങളും തനിക്കുണ്ട്. പക്ഷെ ലേയെ സംബന്ധിച്ച് തന്റേതാവുന്ന ജീവിതത്തിൽ കരുതുകയും പുലർത്തുകയും ഒക്കെ ചെയ്യേണ്ടതാകുന്ന ഭർത്താവ് തനിക്ക്. ആ ഭർത്താവ് ഇഷ്ടയാകുന്ന റാഹേലിന്റെ കുട്ടിയാണ്. റാഹേലിന്റെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. ഈ സങ്കടങ്ങൾ കണ്ടതാവുന്ന ദൈവം തീരുമാനിച്ചു ലേയുടെ ഗർഭം തുറക്കാം. ഇഷ്ടയാവുന്ന ഭാര്യയാവുന്ന റാഹേലിന്റെ ഗർഭം അടച്ചു വയ്ക്കാൻ ദൈവം തീരുമാനിക്കാൻ. എപ്പോഴും കരയുന്നവരോട് കൂടിയാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവാലയത്തിൽ കടന്നു വന്നതാവുന്ന ഹന്നയുടെ കരച്ചിൽ ദൈവം കണ്ടു. പക്ഷെ പുരോഹിതനാവുന്ന ഏലിക്ക് ആ കരച്ചിൽ മനസ്സിലാക്കാനായി സാധിച്ചു. ഏലി വീഞ്ഞിറങ്ങട്ടെ എന്നാണ് ഹന്നയോട് പറയാനിടയായിട്ടുള്ളത്. മാനസിക വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികമാകുന്ന വേദന ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ നിരാശകൾ, നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എന്ന് വരാം. പക്ഷേ നമ്മുടെ നരക്കങ്ങൾ അത് വാക്കുകളായി പുറത്തു വരുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഞരക്കങ്ങളെ മനസ്സിലാക്കുന്നതാകുന്ന ദൈവം അവിടെ പ്രവർത്തിക്കുമെന്നുള്ളത് ലേയോടത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ഇവിടെ ലേയ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവിടെ അവന് രൂപൻ എന്ന് പേരും. ദുഃഖിതയായി, വേദനപ്പെടുന്നവരായി, കണ്ണുനീർ ഒഴുക്കുന്നവരായി ഇരിക്കുന്നവർ ഇപ്പോൾ ആദ്യത്തെ ഒരു പുത്രൻ അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. അവന് രൂപൻ എന്ന പേര് ഇടുവാൻ ഇടയായി. ഇഷ്ടയാവുന്ന റാഹേൽ ഇതുവരെയും പ്രസവിച്ചിട്ടില്ല. യഹോവ അവരുടെ ഗർഭം നടത്തിയിരിക്കുന്നത് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. മാത്രമല്ല താഴെയുള്ള ഭാഗത്തേക്ക് വരുമ്പോ അവൾ പിന്നെയും ഗർഭം ധരിച്ച 34 പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേര്. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവിനോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് പേര്. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞ് അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾ വരുമ്പോൾ അധ്യായത്തിലേക്ക് നമുക്ക് ഉൾപ്പെട്ടിരിക്കുന്ന 2 പുത്രന്മാരെ കൂടി അവൾ പ്രസവിക്കുന്നത് കാണാൻ സാധിക്കും. ടോട്ടൽ 6 പുത്രന്മാര് വ്യാജമായതായി നമുക്ക് കാണുവാനായി കഴിയുന്നു. എന്നാൽ ഇഷ്ടയാവുന്ന റാഹേലിന് 2 പുത്രന്മാരെ മാത്രമേ ജനിച്ചതായി കാണുന്നത് മാത്രമല്ല, വാഗ്ദത്ത ദേശമാകുന്ന കനാൻ ദേശത്തേക്ക് റാഹേൽ എത്തിച്ചേർന്നില്ല. അവൾ 3 വഴിയിൽ വെച്ച് തന്നെ മരണമടയുവാൻ ഇടയായി. ഇവിടെ നമ്മൾ വായിച്ചു 4ാമത്തെ പുത്രൻ, 3ാമത്തെ പുത്രൻ ലേവിയും 4ാമത്തെ പുത്രൻ യഹൂദയും. 12 ഗോത്രങ്ങളിൽ വെച്ച് 2 ശ്രേഷ്ഠമാകുന്ന ഗോത്രങ്ങളാണ് ലേവിയും യഹൂദയും. ഒന്ന് പുരോഹിത ഗോത്രമാണെങ്കിൽ ഒന്ന് രാജകീയ ഗോത്രമാണ്. യഹൂദ അത് രാജകീയ ഗോത്രവും ലേവി അത് പുരോഹിത ഗോത്രമാണെന്ന് കാണുവാൻ സാധിക്കും. അനിഷ്ടയാകുന്ന ലേവിയിൽ നിന്നും നമ്മുടെ കർത്താവിന്റെ വലിയ
അവരുടെ ലയിൽ ദൈവം കണ്ടു എന്നുള്ളത് നമുക്ക് അവിടെ ചിന്തിക്കുവാനായി സാധിക്കും. ലയയുടെ കടന്നു യാതൊരു കുറ്റമില്ലാത്ത ലയം. പക്ഷേ കർത്താവിന്റെ ഗോത്രം ലയയിൽ നിന്നാണ് വന്നത്. മാത്രമല്ല പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ദൈവാലയത്തിൽ എപ്പോഴും മാറാതെ നിന്ന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഗോത്രവും ലേവി ഗോത്രവും ലയയിൽ നിന്ന് കടന്നതായി ഞങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരെ അനിഷ്ടരായി കാണുന്നു. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, ദൈവം നമ്മളെക്കാൾ കൂടുതലായി ദൈവം അവരെയാണ് പാലിക്കാൻ. നമുക്ക് ആരോടെങ്കിലും അനിഷ്ടമുണ്ടെങ്കിൽ സഭയിലാണെങ്കിലും ഭവനങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അനിഷ്ടം വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഉചിതമായ കാര്യമല്ല. തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്ന ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരോ കരുതലിരിക്കുന്ന അനിഷ്ടം വെച്ചുകൊണ്ടിരുന്ന അനിഷ്ടയോടുകൂടെ ദൈവം ഉണ്ടാകും. നമ്മളെ ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവം നമ്മളോട് പ്രേരിക്കുവാൻ, അല്ലായെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടുവാനും ദൈവം നമ്മളിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദൈവം തടസ്സപ്പെടുത്തുവാനും ഇടയായി ദൈവം നമ്മളോട് ചെയ്യേണ്ടതാകുന്ന ശുശ്രൂഷ അത് നമുക്ക് ശോഭിക്കുവാൻ കഴിയാതെ പോകും. അത് വൃഥാവായി. അന്യോന്യമുള്ളതാകുന്ന സ്നേഹമെന്നോ ദൈവജനം എപ്പോഴും കുട്ടിയോർപ്പിക്കുന്നതാണ്. നമ്മൾ പഠിക്കുന്നത് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ വായിച്ചിട്ടതാണ്. 4-ാമത്തെ പുസ്തകം പ്രസവിച്ചപ്പോ ഞാൻ യഹോവയെ സ്തുതിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നതാകുന്ന, ദൈവത്തിൽ സന്തോഷിക്കുന്നതാകുന്ന, ദൈവം കൊടുത്ത കാര്യങ്ങളിൽ ആനന്ദിക്കുന്ന ഒരു ലേയമാണ്. റാഹേലിനെ കുറിച്ച് നോക്കുമ്പോൾ പിതാവിന്റെ ഭവനത്തിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുവന്നതാകുന്ന ഒരു ഗൃഹഗൃഹത്തിന് മുകളിൽ ഇരിക്കുന്നതാകുന്ന സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്നതാകുന്ന ഒരു ദൈവത്തിൽ ആശ്രയം റാഹേലിൽ നമ്മൾ കാണുന്നു. യൂത്തിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ പക്ഷേ ഇവിടെ യൂത്തിനെ അനുഗ്രഹിക്കുന്നത് ലേയുടെയും റാഹേലിന്റെയും പേര് പറഞ്ഞാണ് കാണുന്നത്. യാക്കോബിന്റെ 2 ഭാര്യമാർ. എന്നാൽ വ്യത്യസ്തമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നതുമായി, ദൈവത്തെ സ്തുതിക്കുന്നതുമായി. മാത്രമല്ല മറ്റൊരു ഭാഗ്യം കൂടിയുണ്ട്. പിതാക്കന്മാർ അടക്കപ്പെട്ടതാവുന്ന ഗുഹയിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അതുപോലെ സാറ തുടങ്ങിയവരൊക്കെയും അതുപോലെ ഇസ്ഹാക്കിന്റെ ഭാര്യ റിബേക്ക അടക്കപ്പെട്ടതാവുന്ന ഗുഹയിൽ അവരുടെ മരണത്തിന് ശേഷം അവിടെ അടങ്ങുവാൻ ഭാഗ്യം ലഭിക്കുക ഇടയായി. അത് റാഹേലിനെ സംബന്ധിച്ച് ലഭിച്ചില്ലായിരുന്നു. റാഹേൽ ലോകത്തിലായിരുന്നപ്പോൾ, ജീവനോടെ ഇരുന്നപ്പോൾ അവൾക്ക് ഒരു അംഗീകാരമായിരുന്നു. അവളെ സ്നേഹിക്കുവാൻ ഭർത്താവ് ഉണ്ടായിരുന്നു. അവളുടെ സംസാരം കേൾക്കുവാൻ മറ്റുള്ളവരുണ്ടായിരുന്നു. അവർക്ക് എല്ലാം കഴിയും ഒരു ശ്രേഷ്ഠത സമൂഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. നല്ലയെ സംബന്ധിച്ച് പറയപ്പെട്ടതാകുന്നു
അവർക്ക് ഒരു ആരോഗ്യമെല്ലാം ആവശ്യമില്ലാതെ ക്ഷീണിച്ചവളാണ്, കണ്ണിന് ശോഭയില്ല, യാതൊരു നിലകളിലും ഒരു പക്ഷേ വാക്സാമർത്ഥ്യവും ഉണ്ടായിട്ടുള്ളവരും. എന്നാൽ ദൈവം മാനസികവും കാലഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത്രയും കാലത്തിന് ശേഷവും യഹൂദ ജനങ്ങളുടെ ഇടയിൽ, ഇപ്പോഴും ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ യഹൂദ ആ ഗോത്രം ഇപ്പോഴും നിലകൊള്ളുന്നത് നമുക്ക് കാണാൻ. മറ്റു ഗോത്രങ്ങൾ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി കേൾക്കുന്നില്ല. പല ഗോത്രങ്ങളും എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ രൂപത്തിൽ. പക്ഷെ ഇന്നും യഹൂദ ഗോത്രങ്ങളും നിലകൊള്ളുന്നത് കാണാൻ. ഒരു അനുഷ്ഠയിൽ നിന്നും ദൈവം വലിയ ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു പക്ഷേ സമൂഹത്തിൽ നമുക്ക് വേണ്ടാവുന്ന വിലകൾ ലഭിച്ചില്ലായ്മയും അംഗീകാരം ലഭിച്ചില്ലായ്മയും നമ്മൾ ചെയ്യുന്ന സേവനത്തിന് യോഗ്യമായ പ്രതിഫലം ലഭിച്ചില്ലായ്മയും മറ്റുള്ളവർ മുമ്പാകെ പക്ഷെ നിന്നതായും, പക്ഷേ ഇതൊക്കെ നോക്കിക്കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലൂടെ അതിനൊക്കെ വ്യക്തമാകുന്ന മറുപടി കൃത്യമാവുന്ന സമയത്ത് നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ വെള്ളത്തിൽ ദൈവം എവരെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നെല്ലാം എന്റെ ഹൃദയമായ നന്ദി അറിയിക്കുന്നു. സൂമിലൂടെയും ശ്രദ്ധിക്കുന്ന എല്ലാ സമൂഹത്തിലും എന്റെ നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചു. എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവനാമം അവസാനം കഴിഞ്ഞ 5 ആഴ്ച കേട്ടതുപോലെ ബാബുവിന്റെ ക്ലാസ് വാസ്തവത്തിൽ വളരെ ഒരുപാട് എഫേർട്ട് എടുക്കും. നമുക്കറിയാം, പേപ്പറിനോടിരിക്കുന്ന പ്രവർത്തനത്തില്ല. ഈ ദിവസങ്ങളിൽ ആഴ്ചയിൽ ഈ ക്ലാസ് എടുക്കുന്ന ദിവസം